ഈ മച്ചാൻ ഒരു ഫയല് നമ്മുടെ ഗെയിമിലേക്ക് ഓൾട്ടോ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഓൾട്ടോ കാറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, നിങ്ങളുടെ ഗെയിമിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ട്രക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ട്രക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നിങ്ങളുടെ ഗെയിമിലേക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ ട്രക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന രീതി പറഞ്ഞു തരുന്നതാണ്. അതേ മെത്തേഡിലായിരിക്കും നമ്മുടെ ഓൾട്ടോ കാറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഓൾട്ടോ കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിനായിട്ടൊരു ലിങ്കും കാര്യങ്ങളും വേണമായിരുന്നു. ആ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം ലിങ്കും കാര്യങ്ങളും. അവിടെ നിങ്ങൾക്ക് ആ ലിങ്കും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് ക്രോമിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താഴെ ഡൗൺലോഡും അല്ല മണ്ടയ്ക്ക് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് മണ്ടയ്ക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ ഡീറ്റെയിൽസ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിലായിട്ടാണെങ്കിൽ ഡൗൺലോഡായി കാണുമായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ആകുമ്പോൾ നേരെ കയറുമ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ truck.glb എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിപ്പോൾ 2 വട്ടം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതാണ്. ഇതുപോലെ ഡൗൺലോഡ് ആകുന്നുണ്ടോ ചെക്ക് ചെയ്യേണ്ടതാണ്. ഫയലിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ truck.glb ഉണ്ടോ നോക്കിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിലേക്ക് കയറേണ്ടതാണ്. ഇന്ത്യൻ ബൈക്ക് 3 ഗെയിമിലേക്ക് നിങ്ങൾ കയറിയതിന് ശേഷമാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഗെയിമിൻ്റെ അത് കയറിയിട്ടുണ്ട്. ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാലേ ട്രക്കും കാര്യങ്ങളും എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന രീതി മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഫോൺ എടുത്തതിന് ശേഷം RGS മെനു എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് താഴെ. ആ RGS മെനു എടുക്കുമ്പോൾ ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ലോഡ് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ കാര്യങ്ങളൊക്കെ എവിടെയാണ് നിങ്ങളുടെ ഫോണിൽ ഏത് ഫോൾഡറിലാണ് വന്ന് കിടക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടോട്ട് പോകേണ്ടതാണ്. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഡയറക്റ്റായിട്ടാണ് വന്ന് കിടന്നത്. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ഓപ്ഷൻ എടുത്തതിന് ശേഷം നേരെ താഴോട്ട് പോകുമ്പം എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് truck.glb എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാര്യങ്ങളും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ലിങ്കും കാര്യങ്ങളും. അപ്പം ഞാൻ ഇതാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ഗെയിമിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ട്രക്കും കാര്യങ്ങളൊക്കെ അവിടെ സ്പോൺ ആകുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ അത് ലോഡ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ട്രക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഗെയിമിലേക്കും ഇതുപോലെ തന്നെ വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ലോഡും കാര്യങ്ങളും വർക്ക് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള ഇനിയും കുറേ ഐറ്റംസ് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പം ആ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതേ വഴിയായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ട്രക്കും കാര്യങ്ങളും വർക്കായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ടെങ്കിൽ അത് പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാനായിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഡെവലപ്പറോട് സംസാരിച്ച് അതിനൊരു ബഗ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ബഗ് അപ്ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ശരിയാവുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും, കുറച്ച് പേര് ഇതുവരെ നോക്കിയിട്ടും ഇല്ലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് വന്നേക്കുന്നതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കാണെങ്കിൽ ഗെയിമിൻ്റെ അകത്താണ് കാറിന് കളറും കാര്യങ്ങളൊക്കെ നമുക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മിക്സഡ് കളറായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. RGB അല്ലാതെ നമുക്ക് യെല്ലോയിൽ നിന്നും ബ്ലൂവിലോട്ട് പോകാനായിട്ടുള്ള ഇടയ്ക്കത്തെ തീമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യെല്ലോയും ബ്ലൂ കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു കളർ വരുന്നത് അങ്ങനത്തെ ഒരു ഓപ്ഷനും കാര്യങ്ങൾ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെ എടുക്കാത്തവരാണെങ്കിൽ നേരെ ഫോൺ എടുത്ത് ഗാലറി നോക്കുവാണെങ്കിൽ അതിൻ്റെ അത് വന്ന് കാണുമായിരിക്കും, അത് നോക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ആൾട്ടോ കാറും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിനോട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ട. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലംബോർഗിനി ഉർസോ കാർ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. ഇപ്പോൾ പുതിയതായിട്ട് അപ്ഡേറ്റിൽ വന്ന കാർ കാര്യമാണ്. ഇതുവരെ ഇത് എടുക്കാത്തവരാണെങ്കിൽ ഉടനെ തന്നെ പോയി എടുത്ത് ഇതൊക്കെ റൈഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പല വീൽസും കാര്യങ്ങളും ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അലോയി കൂട്ടാം. നമുക്ക് വണ്ടിക്കകത്ത് എന്തൊക്കെ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന രീതി എല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഫ്രണ്ടും ബാക്കും എല്ലാം നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം, ഇൻവിസിബിൾ ആക്കാം. അതുപോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ മിക്സ്ഡ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ടയറൊക്കെ ഇൻവിസിബിൾ ആണ്. അലോയൊക്കെ ഇങ്ങനെ കാണിക്കുന്ന രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന രീതിയിലൊക്കെ. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാണ് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇനി നിങ്ങളുടെ ഗെയിമിലേക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റും കൂടെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതി നമ്മൾ ഡെവലപ്പറോട് സംസാരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് കാണിച്ചു തരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്മാൾ പ്ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്മാൾ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ചെറുതാകുന്നതാണ്. നമ്മുടെ
നമ്മുടെ വണ്ടിയേക്കാളും ചെറിയൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടേക്കുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ഇതിനു വേണ്ടി കമൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്മാൾ പ്ലെയർ നമുക്ക് ബിഗ് പ്ലെയർ ആക്കാൻ വേണ്ടിയിട്ട് വേറെ കമൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓപ്ഷനും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, ബിഗ് പ്ലെയർ എന്ന് പറയുമ്പോൾ ജയൻറ്റും ഉണ്ട്, അതുപോലെ നോർമലുണ്ട്, അതുപോലെ തന്നെ സ്മോളും ഉണ്ട്. ഈ 3 ഓപ്ഷനും കാര്യങ്ങളായിരിക്കും ഇനി നമുക്കിനി വരാൻ പോകുന്ന അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. 3 ഓപ്ഷനോ അല്ലെങ്കിൽ 4 ഓപ്ഷനോ, ബിഗ്, ജയൻറ്റ്, നോർമൽ, സ്മോൾ, ഈ 3 ഓപ്ഷൻ 4 ഓപ്ഷൻസും കാര്യങ്ങളായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ഇനി കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പം അത് എന്തായാലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. മാക്സിമം എത്രത്തോളം പേര് കമൻറ്റ് ചെയ്യുന്നു അത്രത്തോളം നമുക്കത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഇതിന് വേണ്ടി കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മുടെ നോർമൽ ക്യാരക്ടറിന് വേണ്ടി പോകണമെങ്കിൽ ബിഗ് എന്ന് വല്ല അടിച്ചാൽ മതി. ബിഗ് എന്ന് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു ഫീച്ചർ കൂടെയാണ് ബ്ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ആവുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മളോട് സ്പോൺ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് വണ്ടി മാത്രമല്ല കാറ്, ബൈക്ക്, ഹെലികോപ്റ്റർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ സ്പോൺ ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ ബ്ലാസ്റ്റ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ ബ്ലാസ്റ്റ് ആവുന്നതായിരിക്കും. അത് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിനകത്ത് വന്നൊരു ഫീച്ചറും കാര്യങ്ങളാണ്. അപ്പോൾ അത് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യാനാണ്. ഈ ബ്ലാസ്റ്റ് ആയ സാധനം നമ്മൾ അവിടെ തന്നെ കിടക്കത്തില്ല, ഒരു 5-10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അത് ഡീസ്പോൺ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ് ഡീസ്പോൺ ആയ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വേറെയും നമ്മുടെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം വേറൊരു ഫീച്ചറും കാര്യങ്ങളാണ് RPG എന്ന് പറയുന്ന ഒരു ഫീച്ചറും കാര്യങ്ങളും. RPG എന്ന് പറയുന്നത് കുറച്ച് പേർ അറിയിക്കും, കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. RPG ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോ ഫയറിങ് ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മുടെ വിസയിലും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ നേരത്തെ ഒരു ഷോട്ട് മാത്രമേ പോകത്തുള്ളായിരുന്നു. ഇതിപ്പോൾ നമുക്ക് അടുപ്പിച്ച് നമ്മുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തന്നെ അടുപ്പിച്ച് ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പായിട്ട്. അപ്പോൾ അത് എത്ര പേർക്ക് ആ ഒരു ഫീച്ചറും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ഉണ്ട്. നമ്മുടെ സോംബി മോഡ് ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏലിയൻ മോഡിൻ്റെ അകത്ത് നമുക്കത് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ക്യാരക്ടറും കാര്യങ്ങളും, അതുപോലെ നമുക്ക് സൂപ്പർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്ക് ഈ വലിയ സൂപ്പർമാനെ നമുക്ക് ചെറിയ സൂപ്പർമാനാക്കിയിട്ട് കൊണ്ടുപോകാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോകാൻ കുറച്ച് പാടായിരിക്കും. അപ്പം ഞാനിവിടെ സ്മോൾ ക്യാരക്ടർ ആക്കുന്നുണ്ട്. നമ്മുടെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ സ്മോൾ ആക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരു ഓപ്ഷനും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ക്യാരക്ടർ മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാത്തിനും നമുക്ക് സ്മോൾ ആക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ ആൾട്ടോ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആൾട്ടോ കാറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ട്രക്ക് എങ്ങനെയാണ് ആഡ് ചെയ്തത് അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ആൾട്ടോ കാറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആൾട്ടോ കാറിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല, ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി മാക്സിമം എല്ലാവരും കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. മിക്കവാറും അടുത്ത വീഡിയോയിൽ 2 വീഡിയോയ്ക്കുള്ളിൽ നമുക്ക് എന്തായാലും ആൾട്ടോയുടെ ലിങ്കും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഉറപ്പായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ട്രക്കും കാര്യങ്ങളും നിങ്ങളുടെ ഗെയിമിലേക്ക് അത് ആഡ് ആകുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, നിങ്ങളൊന്ന് കൺഫേം മാത്രം ഒന്ന് ചെയ്യേണ്ടതാണ്. അത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആൾട്ടോ മാത്രമല്ല വേറെ പല ഐറ്റംസും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാനുണ്ട് അതുവഴി വെച്ചിട്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ആഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മാക്സിമം അത് ആഡ് ആകുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കിയിട്ടൊന്ന് കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ട്രക്ക് ആഡ് ആകുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം എന്തായാലും അതിന് വേണ്ടിയിട്ടൊന്ന് കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അത് പറയുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐറ്റംസ് കാര്യങ്ങൾ കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് കമൻറ്റ് വേണമെങ്കിൽ ഇപ്പം കാർ വേണം, അപ്പം ഇപ്പം നിങ്ങൾക്കിപ്പോൾ സുപ്ര വേണം അല്ലെങ്കിൽ സുപ്രയുടെ മോഡിഫിക്കേഷൻ കാർ വേണം എന്ന് നിങ്ങളെല്ലാവരും കൂടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ സുപ്രയുടെ മോഡിഫിക്കേഷൻ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ 1-2 പേര് മാത്രം കമൻറ്റ് ചെയ്ത് തന്നെ ചിലപ്പോൾ അത് കൊണ്ടുവരാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടെ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതെല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് ഇനിയും എന്ത് ഫീച്ചറും കാര്യങ്ങളാണ് അടുത്ത അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ അടുത്ത കാർ ഏതാണ്, ബൈക്ക് ഏതാണ്, മോഡ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് നമ്മൾ മാക്സിമം അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ പുതിയ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ RGS മെനുവിൻ്റെ തന്നെ കുറച്ച് വെഹിക്കിൾസും ബൈക്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അതുപോലെ കുറച്ച് ഈവൻസും മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഇനി വരാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോരോ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ വരുന്ന വീഡിയോസിൽ തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്തൊക്കെ വെക്കേണ്ടതാണ്. അപ്പോഴാണെങ്കിൽ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്, അതുപോലെ തന്നെ എന്നൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്നത് എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, എന്തോ വേണ്ടതാണ്. ആ കമൻറ്റിൻ്റെ ഡിമാൻഡ് കാര്യങ്ങൾ കൂടുമ്പോഴാണ് നമ്മളത് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പ്